നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ജെൻഡർ, ബോഡി, സെക്ഷുവാലിറ്റി എന്നാണ്. അപ്പൊ ഇവിടെ നമ്മള് ശരീരം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സാംസ്കാരിക നിർമ്മിതിയാണ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബോഡി എന്നൊരു പോയിന്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടായിരിക്കും അല്ലെ. ഇന്നയാളാണ് സുന്ദരി, അല്ലെങ്കിൽ ഇന്നയാളാണ് സുന്ദരൻ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ കാണാൻ ഒരു ഭംഗിയുമില്ല എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? അതായത് സൗന്ദര്യത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു അളവുകോലുണ്ട്. ആ അളവുകോലിൽ നിന്ന് താഴെയും മുകളിലും ഒക്കെ ആയിരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സൗന്ദര്യമില്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് മെലിഞ്ഞിരിക്കുന്നത്, പറ്റേ മെലിഞ്ഞിരിക്കുന്നത് സൗന്ദര്യമല്ല, അല്ലെങ്കിൽ വളരെയേറെ തടിച്ചിരിക്കുന്നതും സൗന്ദര്യമല്ല എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ അതിനിടയിൽ ഒരു മീഡിയം തടിയുള്ള ഒരാളെയാണ്, നമ്മൾ ഒരു സ്ലിം ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്കിന്നി ആയിരിക്കുന്ന ആൾക്ക് തടിയില്ല എന്ന്, സൗന്ദര്യമില്ല എന്നോ, വളരെ ഒബീസ് ആയിട്ടുള്ള ഒരാൾക്ക് സൗന്ദര്യം ഇല്ല എന്ന് നമുക്ക് നമ്മൾ അതിന്റെ ഇടയിൽ ഒരു സ്ലിം ആയിട്ടുള്ള ഒരാളെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തില് ഈ തടിച്ചിരിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ആ വളരെയേറെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കും ശാരീരികമായിട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യത്തെ അളക്കുന്നത് നമ്മൾ ആരാണ്? അത് ആളാണോ എന്നത് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് സൗന്ദര്യം എന്താണ്, സൗന്ദര്യം അല്ലെങ്കിൽ ശരീര സൗന്ദര്യത്തിനെ ഈ അളവ് പോലും നിശ്ചയിച്ചത് ആരാണ് എന്നൊക്കെയുള്ള ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളിലേക്കാണ് നമ്മളെ അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പാഠഭാഗം പഠിക്കേണ്ടത്. സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി എന്നത് ശരീരം എന്ന് പറയുന്നത് ഒരു വെറും ജൈവികമായിട്ടുള്ള ഒരു വസ്തുവല്ല, അല്ലെങ്കിൽ അതൊരു ബയോളജിക്കൽ ഘടന മാത്രമല്ല ശരീരത്തിനുള്ളത്. അതിന് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്. സമൂഹവും സംസ്കാരവും ഒക്കെ ചേർന്ന് നൽകുന്ന കുറെ ഘടകങ്ങൾ കൂടി ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ശരീരവും സുന്ദരമായ ശരീരം, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരം, പുരുഷ ശരീരം, സ്ത്രീ ശരീരം, ഇങ്ങനെയൊക്കെ കുറെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ ചില കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ശരീരത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, കാഴ്ചപ്പാടുകൾ, വസ്ത്രധാരണം, പെരുമാറ്റം, സൗന്ദര്യ സങ്കല്പം, ഭക്ഷണ രീതി, അത് ഓരോ സമൂഹവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്കറിയാം ഓരോ എത്നിസിറ്റി അനുസരിച്ചിട്ട് മനുഷ്യരുടെ കളറിലും ശരീരഘടനയിലും ഒക്കെ വളരെയേറെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ യൂറോപ്യൻസിനെ പോലുള്ള ശരീരമല്ല ഒരു ഏഷ്യക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏഷ്യക്കാരൻ്റെത് പോലെ അല്ല ഒരു ആഫ്രിക്കൻ വംശജന്റെ ശരീരഘടന എന്ന് പറയുന്നത്. അതിന് അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള, ജൈവികമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ ശരീരത്തെ അല്ലെങ്കിൽ ഒരു എത്നിസിറ്റിയൊക്കെ നിർണയിക്കുന്നത്. എന്നാൽ നമ്മൾ സാംസ്കാരികമായിട്ട് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. ഈ കളർ ഡിസ്ക്രിമിനേഷൻ അഥവാ അപ്പാർത്തൈഡ് അല്ലെ, വർണ്ണവിവേചനം എന്ന ഒരു കാര്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കറുത്ത വർഗ്ഗക്കാരോട് അവര് മോശമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ ആണ് എന്ന ഒരു തോന്നല് പൊതുവേ ലോകത്തുണ്ട്. അത് കറുത്തവർക്കുമുണ്ട്, വെളുത്തവർക്കുമുണ്ട്. കറുത്ത വർഗ്ഗക്കാർ ഇൻഫീരിയർ ആണെന്നത്, വെളുത്ത വർഗ്ഗക്കാർക്ക് ഞങ്ങൾ സുപ്പീരിയർ ആണ്, കറുത്ത വർഗ്ഗക്കാരെക്കാളും അവര് മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇനി കറുത്ത വർഗ്ഗക്കാർക്കും ഇതേ ചിന്തയുണ്ട്, ഞങ്ങള് കറുത്തത് കൊണ്ട് മോശമാണ്, വെളുത്തവർ ഞങ്ങളെക്കാളും ഉത്കൃഷ്ടരാണ് എന്നൊരു ചിന്ത. ഈ ചിന്ത എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? നോക്കൂ, ഇത് നമുക്ക് സമൂഹത്തില് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി എന്ന കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വരുന്നത്. അതല്ലാതെ കറുത്ത ആൾക്ക് ശരീരത്തിന് യാതൊരു പ്രയാസമോ അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റൊരു പ്രയാസങ്ങളോ അവർക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ വെളുത്ത ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാടനുസരിച്ചിട്ട് നമ്മൾ പരുവപ്പെടുത്തി എടുത്തിട്ടുള്ള ഒന്നാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ ഒന്നാണെങ്കിലും അതിന് സമൂഹം നൽകുന്ന അർത്ഥങ്ങളും സാമൂഹികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ശരീരം
ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്. ശരീരം സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥം നൽകുന്നുണ്ട്. സ്ത്രീ പുരുഷ ശരീരങ്ങളെ അത് വ്യത്യസ്തമായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്, നമുക്കൊരു സൗന്ദര്യ സങ്കല്പമുണ്ട്. വെളുത്ത നിറം, മെലിഞ്ഞ ശരീരം, നല്ല ഉയരമുള്ള ശരീരമായിരിക്കുക, ഇങ്ങനെ കുറെ മാനദണ്ഡങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഇത് കാലത്തിനും സംസ്കാരത്തിനും അനുസരിച്ചൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നിങ്ങൾക്ക് ഒരു 70കളിലെ സിനിമാ നായികമാര്, 70-80 കാലഘട്ടത്തിലെ സിനിമയിലെ നായികമാരെ എടുത്തു നോക്കിയാൽ അവരുടെ ശരീരം വളരെ തടിച്ചിരിക്കുന്നതാണ് സൗന്ദര്യ സങ്കല്പമായിരുന്നത്, അല്ലെ? ഉരുണ്ട ശരീരം ഉണ്ടായിരിക്കുക എന്നത് സൗന്ദര്യ സങ്കല്പമായിരുന്നു. എന്നാൽ പിന്നീട് ഈ തടിച്ചിരിക്കുക എന്നത് സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിൽ വളരെ പിന്നോക്കമാണ് എന്നൊരു ചിന്ത ഈ പിൽക്കാലത്ത് വന്നു. മെലിഞ്ഞിരിക്കുന്നത്, സ്ലിം ആയിരിക്കുന്നതാണ് സൗന്ദര്യം എന്നൊരു രീതി വന്നു. അപ്പൊ നോക്കൂ, സൗന്ദര്യ സങ്കല്പങ്ങള് മാറി മറിയുന്നത് അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഭാഗമായത് കൊണ്ട് തന്നെയാണ്. ഇനി ജെൻഡറും ശരീരവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണവും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ രീതികളുമാണ് സമൂഹം കൽപ്പിച്ചു നൽകുന്നത്. അപ്പൊ ഇതനുസരിച്ച് സമൂഹവും ജെൻഡറും അല്ലെങ്കിൽ ശരീരവും ജെൻഡറും ശരീരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ലിംഗപരമായിട്ടുള്ള കൺട്രോൾസ് അഥവാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇനി മതവും സംസ്കാരവും മതപരമായിട്ടുള്ള വിശ്വാസങ്ങള് ശരീരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയും വസ്ത്രധാരണത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഭക്ഷണക്രമത്തെയും എല്ലാം തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി മാധ്യമങ്ങളുടെ സ്വാധീനം, അതായത് സിനിമ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, പരസ്യങ്ങൾ, ഇതിലൊക്കെ നമുക്കൊരു ആദർശ ശരീരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് സാധാരണക്കാരിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് പലർക്കും സ്വന്തം ശരീരത്തെ കുറിച്ച് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാറുണ്ട്. എനിക്ക് വെളുത്ത സ്കിന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഉയരമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷന് സാധിക്കുന്നുണ്ട്, അല്ലെ? അല്ലാതെ വെളുത്തയാൾക്ക് അല്ലെങ്കിൽ കറുത്തയാൾക്ക്, ഉയരം കുറഞ്ഞ ആൾക്ക് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടല്ല, സൗന്ദര്യപരമായിട്ട് ആ വ്യക്തിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അയാൾക്ക് അത് മാനസികമായിട്ട് അയാളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന, കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സൗന്ദര്യത്തിന്റെ ഒരു ചിത്രമുണ്ട്, ഒരു അളവുകോലുണ്ട്. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് സൗന്ദര്യം ഉള്ളതും ഇല്ലാത്തതും എന്ന രീതിയിലേക്കൊക്കെ അതിനെ കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വെളുത്ത നിറത്തിന്, ഇന്ത്യൻ സൗന്ദര്യത്തിൽ വെളുത്ത നിറത്തിന് കൂടുതൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകള് മര്യാദയുള്ള വസ്ത്രം ധരിക്കുക എന്ന ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ്. കൂടാതെ പുരുഷന്മാര് വളരെ ശക്തരും ധൈര്യശാലികളുമായിരിക്കണം എന്നുള്ളത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ബോഡി ആസ് എ സൈറ്റ് ഓഫ് പവർ റിലേഷൻ എന്നാണ്. അതായത് അധികാര ബന്ധങ്ങളുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ ശരീരം. ബോഡി ആസ് എ സൈറ്റ് ഓഫ് പവർ റിലേഷൻ എന്നത് ശരീരം എന്ന് പറയുന്ന ഒരു ജൈവിക ഘടന മാത്രമല്ല, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്, സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ സാമൂഹിക ഘടകങ്ങൾ മാത്രമല്ല, ശരീരം എന്നതിന് അധികാരം അഥവാ പവറുമായിട്ടും നിയന്ത്രണം, കൺട്രോളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതിന് അച്ചടക്കവുമായിട്ട്, ഡിസിപ്ലിനുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ സോഷ്യൽ നോംസ്, സാമൂഹിക നിയമങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇതിനെയൊക്കെ തന്നെ അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് ശരീരം അല്ലെങ്കിൽ വ്യക്തിത്വം എന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഈ ആശയം പ്രധാനമായിട്ടും മിഷേൽ ഫൂക്കോയുടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അധികാര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ സമൂഹം, സർക്കാർ, മതം, കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഉണ്ട്. ഇങ്ങനെ ആയല്ലോ, സൗണ്ട് ഇട്ടില്ല നിങ്ങള്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡി ആസ് എ സൈറ്റ് ഓഫ് പവർ റിലേഷൻ എന്ന ഒരു പോയിന്റ് ആണ്. അതായത് അധികാര ബന്ധങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ശരീരം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ശരീരം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കൺസ്ട്രക്ഷൻ മാത്രമല്ല, അതൊരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മിഷേൽ ഫൂക്കോയുടെ അധികാരം എന്ന കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റ്, ബോഡി ആസ് എ സൈറ്റ് ഓഫ് പവർ റിലേഷൻ എന്ന പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശരീരം എന്ന് പറയുന്നത് അത് ബയോളജിക്കൽ ഘടന മാത്രമല്ല, മറിച്ച് അതിന് അധികാരം, പവർ, അല്ലെ, അധികാരം, നിയന്ത്രണം, ഡിസിപ്ലിൻ,
എന്നിവയുമായിട്ട്, അതുപോലെ സാമൂഹിക മാനദണ്ഡങ്ങൾ, സോഷ്യൽ നോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് ശരീരം എന്നതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ ഒരു ആശയം മിഷേൽ ഫൂക്കോയുടെ സംഭാവനയുമായിട്ട്, പൊളിറ്റിക്കൽ സയൻസിലേക്കുള്ള സംഭാവനയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിള് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ സൗന്ദര്യ പട്ടങ്ങള് അല്ലെ, പട്ടങ്ങൾ നൽകുന്ന ഒരുപാട് സൗന്ദര്യ മത്സരങ്ങളുണ്ട്. അപ്പൊ ഈ മത്സരങ്ങളിലൊക്കെയുള്ള അളവുകോലുകള്, അതില് ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, സൗന്ദര്യ മത്സരങ്ങൾക്ക് ഒരു സാമ്പത്തിക ഘടകങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അതിന് സാംസ്കാരിക ഘടകങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്, അതിന് കൊളോണിയലിസവുമായിട്ട് ബന്ധമുണ്ട്, അതിന് ഫാസിസവുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മുഖ്യ ആശയങ്ങളുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള ബന്ധങ്ങൾ ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് ഒരു പിന്നാമ്പുറമുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ വിലയിരുത്താനായിട്ട് സാധിക്കും. അതായത് അധികാരവും സാമ്പത്തിക ഘടകങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ്, സോഷ്യൽ നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ബോഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അതൊരു ബയോളജിക്കൽ ടേം മാത്രമല്ല, അല്ലെങ്കിൽ വെറും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. സൗന്ദര്യം എന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നത് നിശ്ചയിക്കുന്നത് അത് അതിനൊരു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതിന്റെ പിന്നിലൊരു സാമ്പത്തിക ഘടകമുണ്ട്, അതിന്റെ പിന്നിൽ ഫാസിസ്റ്റ് ചിന്താഗതികളുടെയും ഒക്കെ തന്നെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ സമൂഹവും സർക്കാരുകളും മതവും കുടുംബവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാധ്യമങ്ങളും എല്ലാം ചേർന്നിട്ടാണ് മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ആശയങ്ങള് ശരീരത്തിന്മേലുള്ള ഒരു നിയന്ത്രണം, കൺട്രോൾ ഓവർ ദ ബോഡി, അതുപോലെ തന്നെ ശരീരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിർണ്ണയിക്കുന്നുണ്ട്, വസ്ത്രധാരണം, മുടിയുടെ ശൈലി, ശരീരഭാഷ, ഇതിലൊക്കെ നിയന്ത്രണം. ഈ ഫാഷൻ എന്നത് അത് ആരാണ് ഈ ഫാഷനുകളെ, കാലികമായിട്ടുള്ള ഫാഷനുകളെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നതാണ്. ഉദാഹരണം, നമുക്ക് ഒരു പ്രത്യേക കാലയളവില് മുടിയില് വരുന്ന ഹെയർ സ്റ്റൈലിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട്, ഇതാരാണ് നിശ്ചയിക്കുന്നത്? അതുപോലെ തന്നെ വസ്ത്രധാരണത്തില് ചില ടൈപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് വളരെ പൊളൈറ്റ് ആയിട്ടും മറ്റു ടൈപ്പ് ചില വസ്ത്രങ്ങൾ ധരിക്കുന്നത് അത്ര പൊളൈറ്റ് അല്ലാത്ത ഘടകമായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട്. ആരാണ് ഇത്തരം ഘടകങ്ങൾ? വസ്ത്രത്തിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നഗ്നത മറയ്ക്കുക, ശരീരത്തെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക തുടങ്ങിയ കുറെ ഘടകങ്ങളാണ്. എന്നാൽ ഇതിൽ ഈ ഫാഷനുകൾ ആരാണ് കൊണ്ടുവരുന്നത്? അതാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ചില സ്കൂളുകളിലെ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള്, ചില തൊഴിലിടങ്ങളിലെ ഡ്രസ് കോഡ്, ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? സ്കൂൾ യൂണിഫോമില് ഈ അടുത്ത കാലഘട്ടത്തില് കേരളത്തിലെ യൂണിഫോമുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ ഉയർന്ന ഫീസ് ഒക്കെ വാങ്ങിക്കുന്ന വളരെ എലൈറ്റ് ക്ലാസിന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന് നമ്മൾ എത്തി പറയുന്ന സ്കൂളുകളിലെ യൂണിഫോമില് ഒരു പാശ്ചാത്യ സ്വഭാവം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടൈയും അതുപോലെ തന്നെ കോട്ടും ഒക്കെ ഉൾപ്പെടുന്ന കയ്യുറയും കാലുറയും ഒക്കെ ഉള്ള രീതിയിലുള്ള യൂണിഫോമുകൾ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ടൈ എന്ന കോൺസെപ്റ്റ്, യഥാർത്ഥത്തിൽ ടൈ എന്ന കോൺസെപ്റ്റ് വരുന്നത് യൂറോപ്പിലെ ചില ആട്ടിടയന്മാരിൽ നിന്നാണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് വസ്ത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അതായത് യൂറോപ്പില് കൊടും തണുപ്പില് ഒരുപാട് കട്ടിയായിട്ടുള്ള വസ്ത്രങ്ങൾ കുറെ അടുക്കുകളായിട്ട് ധരിക്കുമ്പോൾ അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഴുത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വള്ളി അല്ലെങ്കിൽ ഒരു കയറ്, അതാണ് പിന്നീട് ഒരു ആഠ്യത്വത്തിന്റെ ഒരു ചിഹ്നമായിട്ട്, ഒരു സിമ്പലായിട്ട് വരുന്നത്. ഇത് നമ്മുടെ സ്കൂളുകളില് കേരളത്തിലെ ഈ മൺസൂൺ കാലാവസ്ഥയിലുള്ള സമശീതോഷ്ണ കാലാവസ്ഥയിലുള്ള കേരളത്തിലെ സ്കൂളുകളിൽ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അപഹാസ്യത ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് അപഹാസ്യമായിട്ട് ഒരിക്കലും ഒരാൾക്കും തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫാഷൻ സെൻസ് ഉണ്ട്. അപ്പോൾ ഇതാരാണ് ഈ ഫാഷൻ സെൻസുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്? അതാണ് ഈ ശരീരത്തിന്റെ മേലുള്ള ഏതൊക്കെയോ ശക്തികളുടെ അധിനിവേശം എന്ന് പറയുന്നത്. ഇനി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബോഡി, അതായത് മിഷേൽ ഫൂക്കോ പറയുന്നത് പോലെ
സ്ഥാപനങ്ങള് മനുഷ്യരെ അച്ചടക്കമുള്ളവരാക്കി മാറ്റാനായിട്ട് ശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സൈന്യത്തിലെ കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ നമ്മൾ സ്കൂളിൽ വരി നിൽക്കും അല്ലെ, ഈ അസംബ്ലിക്കൊക്കെ വരി നിൽക്കുമ്പോൾ ഒരു സമയബന്ധിതമായിട്ട് നമ്മൾ പാലിക്കുന്ന ചില ശാരീരിക ചിട്ടകള്, ജയിലുകളിലെ കർശന നിയമങ്ങള്, ഇതെല്ലാം തന്നെ നമുക്ക് അച്ചടക്കമുള്ള ശരീരത്തെ സൃഷ്ടിക്കുകയാണ് എന്നത് വ്യക്തമാക്കുന്നു. അതുപോലെ ജെൻഡറും ശരീരവും, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരങ്ങൾ സമൂഹം വ്യത്യസ്ത രീതിയിലാണ്, നിയമങ്ങളെയാണ് നിർണയിക്കുന്നത്. നമ്മുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ടെൻഡർ ആയിരിക്കണം, മൃദുവായിട്ടുള്ള ശരീരഭാഗങ്ങള്, മൃദുവായിട്ടുള്ള സ്കിന്ന്, വളരെ ഫെയർ ആയിട്ടുള്ള സ്കിന്ന്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ പുരുഷന്റേത് അല്പം കൂടി റഫ് ആകാം. അപ്പൊ നമുക്ക് സിനിമകളിലൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ ശരീരം വളരെ മൃദുത്വമുള്ളതും പുരുഷന്റെ ശരീരം അല്പം കൂടി പരുഷവും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക്, ഇത് നമ്മുടെ നാട്ടിലൊക്കെ വിവാഹത്തില് പുരുഷന്മാരെക്കാളും പ്രായം കുറഞ്ഞ സ്ത്രീകളായിരിക്കണം, പുരുഷനേക്കാളും ഒരു ഷെയ്ഡ് കൂടി ഫെയർ ആയിട്ടുള്ള സ്ത്രീകളായിരിക്കണം, ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് എപ്രകാരമാണ് നമ്മുടെ സമൂഹത്തിൽ വന്നത് എന്നിടത്തേക്കാണ് ഈ ജെൻഡർ സ്റ്റഡീസിൽ ഈ ഒരു പഠനം കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പൊ സൗന്ദര്യത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഒരു ആദർശ ശരീരം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആശയം പ്രചരിപ്പിക്കുന്നത് മെലിഞ്ഞ, വെളുത്ത, പ്രത്യേക രൂപഭംഗി, ഇവയ്ക്കൊക്കെ അമിത പ്രാധാന്യം നൽകുന്നത്. ഇതിലൂടെ ആളുകള് സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. നമുക്ക് മൈക്കൽ ജാക്സന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്കറിയാം. അദ്ദേഹം സ്വന്തം നിറം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതായത് വെളുത്ത നിറമാണ് ഉത്കൃഷ്ടമായ നിറം എന്ന ഒരു കോൺസെപ്റ്റ് ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു കൂടിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറം മാറ്റാൻ ഒരുപാട് സർജറികൾ നടത്തി ഒരു അകാലത്തിൽ ഒരു മരണം സ്വീകരിക്കുന്നത് പോലും ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ശരീരവും അധികാരവും, ഭരണകൂടം പൊതുജനാരോഗ്യം, പ്രതിരോധ കുത്തിവയ്പ്, ശുചിത്വം, ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയ നയങ്ങളിലൂടെ ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മതം, കുടുംബം, സാമൂഹിക ആചാരം, ഇതൊക്കെ തന്നെ ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ത്രീകളുടെ ശരീരത്തെ, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച്, അതുപോലെ സ്ത്രീകളുടെ ശരീരം സാമൂഹികമായി നിയന്ത്രിക്കപ്പെടുന്നതിനെ കുറിച്ച്, ഇത്തരം നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം തന്നെ ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് അസ്പൃശ്യത, അൺടച്ചബിലിറ്റി, ഇതെല്ലാം തന്നെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ്. വിവാഹശേഷം സ്ത്രീകൾ പ്രത്യേക ടൈപ്പ് വസ്ത്രം ധരിക്കുന്നത്, വിവാഹിതരായ സ്ത്രീകൾ ചില പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്, പൊട്ടുകള്, അങ്ങനെയുള്ള കുറെ ചിഹ്നങ്ങളുണ്ടല്ലോ ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ കന്യകാത്വത്തെ കുറിച്ചുള്ള, വേർജിനിറ്റിയെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകള്, സ്ത്രീ വേർജിൻ ആയിരിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ മിഷേൽ ഫൂക്കോ ശരീരം അധികാരത്തിന്റെ കേന്ദ്രമാണെന്നാണ് ഫൂക്കോയുടെ വാദം. ഒരു ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന ഒരു അദ്ദേഹത്തിന്റെ കൃതിയില് ശരീരത്തിന്മേലുള്ള നിയന്ത്രണത്തെ കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൂഡിത്ത് ബട്ട്ലർ ജെൻഡർ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു പ്രകടനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ സാമൂഹിക ആസ്പെക്റ്റുകളെ നമ്മുടെ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് ജെൻഡർ. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമേറ്റീവ് ചിന്താഗതിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ യൂണിറ്റിൽ. അപ്പൊ ഇവിടെ ഇദ്ദേഹം ജെൻഡറിനെ കുറിച്ച്, അല്ലെങ്കിൽ ജെൻഡർ ആണ് ശരീരത്തിലൂടെ ഉള്ള സോഷ്യോളജിക്കൽ എക്സ്പ്രഷൻ ആണ് എന്നതാണ് ജൂഡിത്തിന്റെ കാഴ്ചപ്പാട്. ഇനി ഈ ജെൻഡറിനെ ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന്റെ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിന്റെ നിറത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉയരത്തെക്കുറിച്ചൊക്കെ ഒരു തെറ്റായ ഒരു അളവുകോല് കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയും ആ അളവുകോലിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ വരുന്ന സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ചില ആളുകളെ, ഒരു വലിയ വിഭാഗത്തെ തന്നെ നിങ്ങൾ അധികൃതരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫീരിയർ പീപ്പിൾ ആണ് എന്നുള്ള ഒരു ചിന്തയില് രാഷ്ട്രീയപരമായിട്ട് അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമായിട്ട് ഇത്തരം കാര്യത്തെ, അതായത് ശരീരത്തെയും ജെൻഡറിനെയും ഉപയോഗപ്പെടുത്തുക. ഇത്തരം കാഴ്ചപ്പാടുകളാണ് ഈ ഒരു ഭാഗത്ത്
ഫൂക്കോയെ പോലുള്ള മറ്റു ചിന്തകന്മാര്, ജൂഡിത്ത് തുടങ്ങിയവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇനി നമ്മള് മസ്കുലിൻ ബോഡി അഥവാ പുരുഷ ശരീരം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സമൂഹം, ശക്തി, ധൈര്യം, പേശീബലം, നേതൃഗുണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുരുഷന്റെ മേല് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോ ഒരു സമൂഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻഡർ സോഷ്യലൈസേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ജെൻഡർ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ഓരോ കുട്ടിയും വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഞാനൊരു ആൺകുട്ടിയാണ്, അപ്പോൾ എന്നിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. അപ്പൊ ആ തലത്തിലേക്ക് വളരാനുള്ള ഒരു ശ്രമം ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പെരുകി കാണുന്ന ജിമ്മുകളൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് കേവലം ആരോഗ്യ പരിരക്ഷണം എന്ന രീതിയിൽ മാത്രമല്ല, ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പൗരുഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ പെരുകുന്ന ജിമ്മുകളുടെ പുറകിലുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ദെൻ ഫെമിനൈൻ ബോഡി, മൃദുവായിട്ടുള്ള ഒരു ശരീരമായിരിക്കുക എന്നുള്ളത് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ അരോഗദൃഢഗാത്രമായിട്ടുള്ള ഒരു ശരീരം ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ മൃദുവായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളതുമാണ് മൃദുവായ വസ്തുക്കളൊക്കെ. അപ്പോ ശക്തിയും അല്ലെങ്കിൽ സ്ഥൈര്യവും ഒക്കെ കുറഞ്ഞിരുന്നാലും മൃദുത്വം സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ജീവിതവ്രതമായിട്ട് നമ്മുടെ പെൺകുട്ടികൾ ഫോളോ ചെയ്യുന്നതിന്റെ പുറകിലൊക്കെ ഈ രീതിയിൽ രൂപീകരിച്ചിരിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടകം തന്നെ ആണ്. അപ്പൊ ഇനി മസ്കുലിനിറ്റിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, പേശീബലം, ധൈര്യം, നേതൃശേഷി, അതുപോലെ കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ്, വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കാതിരിക്കുക, അതുപോലെ സാമൂഹികമായിട്ട് ഒരു പുരുഷനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളൊക്കെ സ്വന്തമായിട്ട് നിറവേറ്റണം, കരയാൻ പാടില്ല, ബലഹീനത പ്രകടിപ്പിക്കാൻ പാടില്ല, ശാരീരികമായിട്ട് വളരെ ശക്തനായിരിക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊരു പുരുഷ ശരീരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സ്ത്രീകളിൽ നിന്ന്, അതായത് ഫെമിനൈൻ ബോഡിയിൽ നിന്ന് സൗന്ദര്യവും മൃദുത്വവും മാതൃത്വം, കരുതല്, അതുപോലെ ശരീര സൗന്ദര്യത്തിന് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, എല്ലാം ഭംഗിയാക്കി കാണപ്പെടുക എന്നുള്ളത്, വീട്ടുജോലികളും കുടുംബ പരിപാലനവും എന്ന ഒരു ഉത്തരവാദിത്വം, അതുപോലെ വളരെ മര്യാദയോടെയും വിനയത്തോടെയും പെരുമാറണമെന്ന്, അതൊക്കെയാണ് നമ്മളൊരു സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ജെൻഡറിൽ ഇങ്ങനെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് എന്നതുകൊണ്ട് തന്നെ. ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് LGBTQ ഐഡന്റിറ്റീസ് ആൻഡ് ക്വീർ പെർസ്പെക്റ്റീവ്സ് എന്നത്. അതായത് LGBTQ വ്യക്തിത്വങ്ങളും അവരുടെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും. അപ്പൊ എന്താണ് LGBTQ എന്ന് പറഞ്ഞാല്? അത് ലൈംഗിക ആഭിമുഖ്യം, അതായത് സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി പരമ്പരാഗതമായിട്ടുള്ള പുരുഷ സ്ത്രീ സങ്കല്പത്തിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു പദത്തിനെയാണ് നമ്മൾ LGBTQ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വീർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സമൂഹം രൂപപ്പെടുത്തിയിട്ടുള്ള ജെൻഡർ, ലൈംഗികത, കുടുംബം തുടങ്ങിയ ആശയങ്ങളെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന, വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ ക്വീർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ LGBTQ എന്നതിന്റെ അർത്ഥം, അതിലെ LGBTQ ഇവ ഓരോന്നും ഓരോ പദങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. L എന്നാൽ ലെസ്ബിയൻസ് ആണ്, അതായത് സ്ത്രീകളോട് തന്നെയുള്ള വൈകാരികമായിട്ടുള്ള പ്രണയമോ അല്ലെങ്കിൽ ലൈംഗിക അഭിനിവേശത്തെയോ ആണ് നമ്മൾ, ലൈംഗിക ആകർഷണം തോന്നുന്നതിനെയൊക്കെയാണ് നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് G ആണ് അല്ലെ. അപ്പൊ G എന്ന് പറയുന്നത് ഗേ ആണ്. ഗേ എന്ന് പറഞ്ഞാല് ഒരു പുരുഷന് അതേ ലിംഗത്തിൽപ്പെട്ട പുരുഷന്മാരോട് തന്നെ തോന്നുന്ന ഒരു താല്പര്യം. അപ്പൊ ഒരേ ലിംഗത്തോടുള്ള പൊതുവായിട്ടുള്ള ആകർഷണത്തെ നമ്മൾ ഗേ എന്ന് പറയാറുണ്ടെങ്കിലും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഗേ എന്നതുകൊണ്ട് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാല് ഒന്നിലധികം ലിംഗങ്ങളോട് തോന്നുന്ന ഒരു താല്പര്യം. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ അല്ലെങ്കിൽ മറ്റു ലിംഗത്തിൽപ്പെട്ട ആളുകളോടോ ഒക്കെ തോന്നുന്ന ഒരു ഇഷ്ടത്തെയാണ്, ലൈംഗികമായിട്ടുള്ള താല്പര്യത്തെയാണ് ബൈസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ട്രാൻസ്ജെൻഡർ. അതായത് ട്രാൻസ്ജെൻഡർ, LGBTQയിലെ T എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട് ഈ ജനന സമയത്ത് ഉള്ള ജെൻഡർ ഐഡന്റിറ്റിയിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതായത് ജനിച്ചപ്പോൾ ആൺകുട്ടിയായിരുന്നു, പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ആൺകുട്ടിയിൽ നിന്ന് അവര് സ്ത്രീ ആയി മാറുന്ന ഒരു രീതി. അപ്പൊ അതാണ് T എന്ന് പറയുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ദെൻ ക്വീർ എന്ന് പറയുന്നത്
ആ ഒരു ക്വയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പരമ്പരാഗത ജെൻഡറുകളെ അല്ലെങ്കിൽ ലൈംഗികതയെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തിയിട്ട് അത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈംഗികതയിൽ ഒതുങ്ങി നിൽക്കാതെ ഭിന്നലിംഗങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റ്, അതിനെയാണ് ഈ ക്വയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോ പല വിഭാഗങ്ങളോടും ലൈംഗിക ആഭിമുഖ്യമുള്ളതിനെ സമൂഹം മുൻപൊന്നും അത്ര പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഈ ക്വയർ ചിന്താഗതിയിൽ എല്ലാ ലൈംഗിക അഭിനിവേശങ്ങളെയും അതിനെ പോസിറ്റീവായിട്ട് മനുഷ്യ ത്വരയെ, അത് ഏത് തലത്തിലുള്ള ത്വരയാണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്വയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീ പുരുഷന്മാർക്കും ഒരു ജെൻഡർ എന്നത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ളത് മാത്രം ഒരു ജെൻഡർ അല്ല, അല്ലെങ്കിൽ അതിന് ഉപരിയായിട്ടുള്ള ജെൻഡറുകൾ ഉണ്ട്. ഫൂക്കോയുടെ അഭിപ്രായത്തിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ജൂഡിത്തിന്റെ അഭിപ്രായത്തിലൊക്കെ പറയുന്നത് പോലെ, ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അത് ജന്മനാ ഉള്ള ഒരു കാര്യമൊന്നും അല്ല. അത് നമ്മൾ ആർജിക്കുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ട്. അതായത് ലൈംഗികത എന്നത് വൈവിധ്യമുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല ഉള്ളത്. അപ്പൊ ലൈംഗിക ആഭിമുഖ്യങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് ഉള്ളതാണ്, അതിലെ വൈവിധ്യങ്ങളും സ്വാഭാവികമാണ് എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബൈനറി എന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട് അല്ലെ. ഈ ബൈനറി കോൺസെപ്റ്റ് പ്രകൃതിയിൽ പല കാര്യങ്ങളിലും നമ്മൾ പറയാറുണ്ട്. സ്ത്രീ പുരുഷൻ അതൊരു ബൈനറിയാണ്. അതുപോലെ തന്നെ രാത്രി പകൽ അതൊരു ബൈനറിയാണ്. ചൂട് തണുപ്പ് അതൊരു ബൈനറിയാണ്. എന്നാൽ ഇങ്ങനെ ലൈംഗികതയ്ക്ക് ഈ ബൈനറിയിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല ലൈംഗികത എന്നതാണ് ഈ ക്വയർ പെർസ്പെക്റ്റീവ്സിൽ പറയുന്നത്. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന രണ്ട് വിഭാഗം മാത്രം മതി എന്ന ധാരണയൊക്കെ ഇവര് ഒഴിവാക്കുന്നു. അതുപോലെ സമത്വവും മനുഷ്യാവകാശ സംരക്ഷണവും എല്ലാ വ്യക്തികൾക്കും വിവേചനമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. അതില് ഈ LGBTQ സമൂഹം നേരിടുന്ന പ്രയാസങ്ങളെ അവര് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും ഇത്തരം വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നോ ആ വിവേചനങ്ങള് അവര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്വയർ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത്. ദെൻ 2018 നവജോത് സിംഗ് ജോവർ അതുപോലെ അവര് ഒരു ഇന്ത്യൻ ജുഡീഷ്യറിയില് ഒരു വിധി പ്രസ്താവം നേടുകയുണ്ടായി. അതായത് പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗിക ബന്ധത്തെ കുറ്റകരമാക്കിയിരുന്ന ഒരു വിധി ഉണ്ടായിരുന്നു. അതിനെ റദ്ദാക്കുകയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് നിയമനിർമ്മാണം നടത്തുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും നമുക്കറിയാം സമൂഹത്തിൽ ഇന്നും ഈ LGBTQ വിഭാഗങ്ങളോട് ഒരു അവഗണന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അപലപനീയമായിട്ട് തന്നെ നേരിടേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ ഈ ജെൻഡർ സ്റ്റഡീസ് എന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുന്നത് എല്ലാ ജെൻഡറുകളെയും ഉൾക്കൊള്ളാനും സമൂഹത്തിലെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ വ്യക്തികളെയും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു അവസരമാണ്. എന്ന് വെച്ചാൽ എന്താണോ നിങ്ങളുടെ ജെൻഡർ നിങ്ങളുടെ അഭിമാനമായിരിക്കുക. നിങ്ങൾ പുരുഷനാണെങ്കിൽ അത്, നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ അത്, ഇനി അതല്ല LGBTQ വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലുമാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൽപ്പെട്ട ട്രാൻസ്ജെൻഡറോ മറ്റേതെങ്കിലും വിഭാഗമാണ് നിങ്ങളുടെ ജെൻഡർ എന്നുണ്ടെങ്കിൽ അതിലെല്ലാം അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇത്തരം പഠനങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.